നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിന് തീപിടിച്ചു. സീവീസ് വുഡ് ഇന്റീരിയേഴ്സ് എന്ന ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിനാണ് തീപിടിച്ചത്. ഇരിങ്ങാലക്കുട പുതുക്കാട് നിന്നും അഗ്നിശമന സേനയെത്തി തീയണച്ചു. തൃശൂരിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഷാനവാസ് TS, സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ജ്യോതികുമാർ KA എന്നിവരാണ് തീ അണയ്ക്കുന്നതിന് നേതൃത്വം നൽകിയത്. ശക്തമായ മഴ, വെള്ളത്തിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കോട്ടയം ഓണംതുരുത്ത് മാങ്ങാട്ടുകുഴി സ്വദേശി വിമോദ് കുമാറാണ് മരിച്ചത്. മീൻ പിടിക്കാൻ പോയ വഴി വെള്ളത്തിൽ വീഴുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാണാതായ വിമോദിന്റെ മൃതദേഹം ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത്. മൂന്നാറിൽ വീണ്ടും കടുവ പശുക്കളെ കൊന്നു തിന്നു. പെരിയവരൈ ലോവർ ഡിവിഷനിലാണ് കടുവ പശുക്കളെ ആക്രമിച്ചത്. പ്രദേശവാസിയായ നേഷമ്മാളിന്റെ പശുക്കളാണ് ആക്രമണത്തിന് ഇരയായത്. കടുവയും പുലിയുമെല്ലാം മൂന്നാറിലെ തോട്ടം മേഖലകളിലെത്തി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവായിട്ടും പരിഹാരമുണ്ടാക്കാത്തതിനാൽ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമാണ്. എസ്റ്റേറ്റിലിറങ്ങിയ കടുവയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രദേശത്ത് 3 കടുവകളുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു. തായ്ലൻഡിൽ മോഷണ ശ്രമം ചെറുക്കുന്നതിനിടയിൽ വെടിയേറ്റ മലയാളി മരിച്ചു. മലയാറ്റൂർ കാടപ്പാറ സ്വദേശി കാടപ്പറമ്പൻ വർഗീസാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. സംഭവത്തിൽ 2 പേരെ തായ്ലൻഡിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1 മാസം മുമ്പാണ് വർഗീസ് വിനോദയാത്രയ്ക്കായി തായ്ലൻഡിലെത്തിയത്. ഇവിടെ വെച്ച് വർഗീസിന് നേരെ മോഷണ ശ്രമം നടന്നുവെന്നും അതിനെ ചെറുത്തു നിൽക്കുന്നതിനിടയിൽ മോഷ്ടാക്കൾ വെടിവെക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. വർഗീസിന്റെ കൈവശമുണ്ടായിരുന്ന പണം ഉൾപ്പെടെ മോഷണം പോയിട്ടുണ്ട്. കേസിൽ വിശദമായ അന്വേഷണം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ മൃതദേഹം വിട്ടുകിട്ടാൻ സാധ്യതയുള്ളൂ. എന്നാൽ വർഗീസിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ ഇന്ത്യൻ എംബസി നടപടിയെടുത്തിട്ടുണ്ടെന്ന് ബന്ധുക്കൾ അറിയിച്ചു. 30 വർഷമായി വർഗീസും കുടുംബവും മുംബൈയിലാണ് താമസിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ മാതാപിതാക്കളെ ഇന്ന് ചോദ്യം ചെയ്യും. ആം ആദ്മി പാർട്ടി രാജ്യസഭാ MP സ്വാതി മലിവാളിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ മാതാപിതാക്കളെ ഇന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. വിഷയവുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിനെയും ഡൽഹി പോലീസ് ചോദ്യം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തിയായിരിക്കും ഇവരുടെ മൊഴി രേഖപ്പെടുത്തുക.